To view this video in English, please visit the link above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അഥവാ സെല്ലിനെ കുറിച്ചാണ്, അതായത് കോശങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെല്ലിൻ്റെ കണ്ടുപിടുത്തം, അതിനുശേഷം ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, പിന്നെ സെൽ തിയറി, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് സെല്ലിൻ്റെ പാർട്സിലേക്ക് കടക്കാം. ഏതൊരു സെല്ലും ഉണ്ടാക്കിയിരിക്കുന്നത് 3 പാർട്സ് കൊണ്ടാണ്. സെല്ലെന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ട് ഒരു സെല്ലിനുള്ളൊരു കവറിങ് വേണം, അല്ലേ? അതിനെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ, കോശസ്തരം, അല്ലേ? അത് കഴിഞ്ഞ് വരുന്നതാണ് സൈറ്റോപ്ലാസം. അതായത് സെല്ലിൻ്റെ മെംബ്രെയിനകത്ത് ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. പിന്നെ ഏറ്റവും നടുക്കായിട്ട് ഒരു കൺട്രോളിങ് സെൻറ്റർ, നമുക്കൊക്കെ ബ്രെയിൻ നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നത് പോലെ സെല്ലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെയിൻ പോലെ പ്രവർത്തിക്കുന്നതാണ് എന്ത്? നമ്മുടെ ന്യൂക്ലിയസ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് പഠിക്കാം സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിംഗ് ആണ്. ഇപ്പോൾ പ്ലാന്റിൻ്റെ സെൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കോശഭിത്തി അല്ലെങ്കിൽ ഒരു സെൽ വോളും കൂടിയുണ്ട്. പക്ഷേ ആനിമൽസിൻ്റെ സെല്ലിൽ ഏറ്റവും ഔട്ടറായിട്ട് വരുന്ന ആരാണ്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം. നമ്മൾ സെൽ വോളിനെ കുറിച്ച് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്, അപ്പോൾ സെല്ലിനകത്തോട്ട് പല സാധനങ്ങൾ അകത്തോട്ട് വരികയും പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യണം, അല്ലേ? ഗ്യാസസ്, വാട്ടർ, ന്യൂട്രിയൻസ് ഒക്കെ കടക്കണം. അപ്പോൾ ഇതെല്ലാം കടക്കണമെങ്കിൽ ആര് അലോ ചെയ്യണം? ഈ കവറിങ് അലോ ചെയ്താൽ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിലക്റ്റീവ്ലി പെർമിയബിൾ. അതായത് അത് വളരെ സിലക്റ്റീവാണ്. ചില സബ്സ്റ്റൻസസിനെയൊക്കെ പാസ് ചെയ്യാൻ സമ്മതിക്കും, ചിലതിനെ സമ്മതിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സെല്ലിനകത്ത് ഇതിപ്പോൾ കുറേ സബ്സ്റ്റൻസസ് പോകാനായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത് വേറെ കുറേ അവർക്ക് അകത്തോട്ടും വരണം. അതേപോലെ മറ്റൊന്നാണ് ഇത്. ഓക്കെ, സോ ഈ സെല്ല് എന്തിനെ അനുവദിക്കുന്നുണ്ട്? ഈ പാർട്ടിക്കിൾ ഇതിനെ അകത്തോട്ട് വരാനും സമ്മതിക്കുന്നുണ്ട്, പുറത്തോട്ട് പോകാനും സമ്മതിക്കുന്നുണ്ട്. അതേപോലെ ഈ റെഡിനെയും പുറത്തോട്ടും അകത്തോട്ടും സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ഈ ബ്ലാക്കിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്താണ്? അതിനെ പറയുന്ന പേരാണ് സിലക്റ്റീവ്ലി പെർമിയബിൾ. ദ സെൽ മെംബ്രെയിൻ അലൗസ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ് and at the same time it prevents the entry and exit of certain other substances. ഓക്കെ, ചിലതിനെ സമ്മതിക്കും, അതിനെ അകത്തോട്ടും പുറത്തോട്ടുമുള്ള ആ ഒരു മൂവ്മെൻറ്റ് സമ്മതിക്കും, മറ്റു ചിലപ്പോൾ ഇതിനെ സമ്മതിക്കുകയില്ല, അകത്തോട്ടായാലും പുറത്തോട്ടായാലും. അതുകൊണ്ടാണ് അതിനെ സിലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ അലൗ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക, അതായത് ഗ്യാസസ്, വാട്ടർ, അതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം സെല്ലിനകത്തോട്ട് വരികയും സെല്ലിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നത്? അതിനുള്ള ഒരു പ്രതിഭാസമാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനിലൂടെയാണ് ഗ്യാസസ് മെയിനായിട്ട് സെല്ലിനകത്ത് വരികയും സെല്ലിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട്, ആരും പറയാതെ സ്വയമായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സ്പോണ്ടേനിയസ്. അപ്പോൾ ഈ മോളിക്യൂള് എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേഷനിലുള്ളത് അവിടെ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക് സ്വയമേവ അവരങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഈ മോളിക്യൂൾസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് സ്കാറ്റർ ചെയ്ത് അതില്ലാത്ത ഭാഗത്തേക്ക് ലോ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ. സാധാരണ രീതിയിൽ ഗ്യാസസ് ആണ് ഈസിലി ഡിഫ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം പല എക്സാമ്പിൾസ് ഉണ്ട് ഡിഫ്യൂഷന്. നമ്മളിപ്പോൾ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ, പെർഫ്യൂമോ ബോഡി സ്പ്രേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെ അതിൻ്റെ മോളിക്യൂൾസ് കൂടുതലല്ലേ, അപ്പോൾ അത് മറ്റു സ്ഥലങ്ങളിലോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ മണം കിട്ടും, അല്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ വല്ല കുന്തിരിക്കം കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മണം എല്ലായിടത്തും എത്തും. എങ്ങനെയാണ്? അതും എന്തുകൊണ്ടാണ്? ഡിഫ്യൂഷൻ. അല്ലെങ്കിൽ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മണം എല്ലായിടത്തും എത്തും. അപ്പോൾ അതും ഡിഫ്യൂഷന് എക്സാമ്പിളാണ്. അപ്പോൾ സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനെ നമ്മൾ എന്ത് പറയും? ഡിഫ്യൂഷൻ. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എങ്ങനെയാണ്? ഡിഫ്യൂഷനിലൂടെയാണ് സെല്ലിനകത്തോട്ടും പുറത്തോട്ടും പോകുന്നത്.
കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വേസ്റ്റ് ആണ്. അപ്പോൾ ഈ സെല്ലിൽ റെസ്പിറേഷൻ കഴിയുമ്പോൾ ഒത്തിരി CO2 മോളിക്യൂൾസ് സെല്ലിനകത്ത് കാണും അല്ലേ. അപ്പം കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയർ, പുറത്തുള്ളതിനേക്കാളും കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ് കൂടുതൽ? സെല്ലിനകത്ത്. അപ്പോൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് പോകും? പുറത്തോട്ട് പോകും. അതേസമയം നമ്മുടെ ഓക്സിജൻ എവിടെയാണ് കൂടുതലുള്ളത്? അറ്റ്മോസ്ഫിയറിൽ. സെല്ലിൽ കുറവാണ്. അപ്പോൾ ഓക്സിജൻ അകത്തേക്ക് വരും. അപ്പോൾ ഇവർ രണ്ടുപേരും ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ല, സ്പോണ്ടേനിയസ്ലി. സോ ഹയർ കോൺസെൻട്രേഷന് ലോവർ കോൺസെൻട്രേഷനിൽ മൂവ് ചെയ്താണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നമ്മുടെ സെല്ലിൽ എക്സ്ചേഞ്ച് ആവുന്നത്. ഇനി നമ്മുടെ സെല്ലിന് ഇതുപോലെ വളരെ ആവശ്യമുള്ള മറ്റൊരു സാധനമാണ് വെള്ളം അല്ലേ. വാട്ടർ മോളിക്യൂളിന് അകത്തും പുറത്തും വരികയും പോവുകയും ചെയ്യണം. അതെങ്ങനെയാണ്? ഡിഫ്യൂഷൻ ആണോ? അതെ, പക്ഷെ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷനാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്നാൽ ഡിഫ്യൂഷൻ, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡിഫ്യൂഷൻ, അതായത് വാട്ടർ മോളിക്യൂളിൻ്റെ ഡിഫ്യൂഷനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം, അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എന്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ്? വാട്ടറിൻ്റെ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്. പക്ഷേ ഒരു കണ്ടീഷനും കൂടി ഇവിടെയുണ്ട്. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ വെള്ളം കടന്നുപോയാൽ മാത്രമേ നമ്മൾ അതിന് എന്ത് പറയുള്ളൂ? ഓസ്മോസിസ് എന്ന് പറയുള്ളൂ. സെമി പെർമിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ സെൽ മെംബ്രെയിൻ തന്നെയാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ മൂവ് ചെയ്യുന്നു, അതായത് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൺ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൺ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ സെല്ലിൽ വെള്ളം അകത്ത് വരുന്നതും പുറത്തു പോകുന്നതും എന്തിനെ അനുസരിച്ചാണ്? ഓസ്മോസിസിനനുസരിച്ചാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഓസ്മോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒത്തിരി തവണ വെള്ളം ശരീരത്തിൽ അകത്തും പുറത്തും കോശങ്ങൾക്കും ഒക്കെ വേണ്ടി ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓസ്മോസിസ് പഠിക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള കോൺസെൻട്രേഷൻ ലെവലാണ് പഠിക്കാനുള്ളത്. അതിന് പറയുന്ന പേരാണ് ടോണിസിറ്റി, മീൻസ് കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചു സൊല്യൂഷൻസ് എന്താണെന്ന്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോമോജീനസ് മിക്സറാണ് അല്ലേ. അതിൽ 2 കോമ്പണൻസ് ഉണ്ട്. ലാർജർ കോമ്പണൻറ്റിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയും. അത് മിക്കവാറും വെള്ളമായിരിക്കും. സ്മോളർ കോമ്പണൻ്റ് ആണ് എന്ത്? സൊല്യൂട്ട്. അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ പഞ്ചസാരയാകാം, ഉപ്പാകാം, അതെല്ലാം സൊല്യൂട്ട്സ് ആണ്. അതിൽ ഡിസോൾവ് ചെയ്യും. പിന്നെ കോൺസെൻട്രേഷൻ അനുസരിച്ച് നമ്മൾ പലതരം സൊല്യൂഷൻസും പഠിച്ചു. കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മളതിനെ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയും. പിന്നെ കുറേ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്തു, അങ്ങനെ വരുവാണെങ്കിൽ നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പഠിച്ചു. പിന്നെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇനി ഒട്ടും സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല, മാക്സിമം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? സാച്ചുറേറ്റഡ് അല്ലേ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും പറയും. പക്ഷെ അപ്പോൾ നമ്മളവിടെ ഡൈലൂട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഇവിടെയും ഏറെക്കുറെ സ്ഥിതി അത് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഒരു കോൺസെൻട്രേഷനെ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാണ്? സെല്ലുമായിട്ട്. കാരണം സെല്ലിലെ വാട്ടറിൻ്റെ അളവിനനുസരിച്ചാണ് വെള്ളം പുറത്തുനിന്ന് അകത്തോട്ട് പോകണോ അതോ പുറത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് സെല്ലിൻ്റെ കോൺസെൻട്രേഷനാണ് ഇമ്പോർട്ടൻറ്റ്. സെല്ലിൻ്റെ വാട്ടർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സൈറ്റോപ്ലാസം. ഇപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ വെറും പ്യുവർ വാട്ടർ ആണോ? അല്ല, അതിൽ കുറേ സാധനങ്ങൾ മിക്സായി കിടപ്പുണ്ട്. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലേ. എന്നാൽ തീരെ ഡൈല്യൂട്ടും അല്ല, തീരെ കോൺസെൻട്രേറ്റഡും അല്ല, നമുക്കൊരു മീഡിയം ലെവൽ എന്ന് വെക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇപ്പോൾ 3 ബീക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബീക്കർ A, B ആൻഡ് C. 3ലും ഒരേ എമൗണ്ട് വെള്ളം എടുത്തിട്ടുണ്ട്. 100 ml, 100 ml, 100 ml വെള്ളം ഉണ്ട്. അപ്പം ആദ്യത്തേതിലേക്ക് വളരെ കുറച്ച് സൊല്യൂട്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാണാം, വളരെ കുറച്ചേ ഉള്ളൂ. കമ്പയർഡ് ടു സെൽ ഇത് കുറവാണ്. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് സെല്ലുമായിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഇവിടെ സെല്ലിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് സൊല്യൂട്ടിൻ്റെ അളവ്, അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ അല്ലേ, സൊല്യൂട്ട് കുറവാണ്, അപ്പോൾ ഡൈലൂട്ട് സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ അളവ് എന്താണ്? കൂടുതലാണ്. നമുക്ക് എന്താണ് ആവശ്യം? വാട്ടർ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വാട്ടർ കോൺസെൻട്രേഷൻ ഈസ് ഹയർ ദാൻ സെൽ. ഇപ്പോൾ സെല്ലിനേക്കാളും വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. ഇത് ഏതാണ്ട് സെയിം ലെവൽ അല്ലേ, ഈക്വൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ സൊല്യൂഷനിലും സെല്ലിലും ഒരേപോലെയാണ്. ഇനി മൂന്നാമത്തെ വരുമ്പോഴോ, ഹൈപ്പർ ടോണിക് ആകുമ്പോഴോ ഇവിടെ സൊല്യൂട്ട് കൂടുതലാണ്, അപ്പോൾ ഫ്രീ വാട്ടർ മോളിക്യൂള് കുറവാണ്. അപ്പം വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ കോൺസെൻട്രേഷനെ അപേക്ഷിച്ച് കുറവാണ്. ഇങ്ങനെ നമുക്ക് 3
സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൊല്യൂഷന് വെള്ളത്തിൻ്റെ അളവ് സെല്ലിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഡയലൂട്ട് സൊല്യൂഷൻ എന്നല്ലേ പറയുന്നത്. അതിനിവിടെ പറയുന്ന പേരാണ് ഹൈപ്പോടോണിക്. ടോണിസിറ്റി മീൻസ് കോൺസെൻട്രേഷൻ. ഹൈപ്പോ എന്ന് വെച്ചാൽ എന്താ? കുറവ് അല്ലേ? സെല്ലിനേക്കാൾ കുറവ് ആണ് അതിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഇനി ഇവിടെയോ ഐസോടോണിക്. ഐസോ മീൻസ് വാട്ട്? സെയിം ആയിട്ടാണ് ഇവരുടെ കോൺസെൻട്രേഷൻ. മൂന്നാമത്തേതോ ഹൈപ്പർടോണിക്. സെല്ലിനേക്കാളും കോൺസെൻട്രേഷൻ കൂടിയതാണ്. അപ്പോൾ അവിടെ എന്താണ്? വാട്ടർ കോൺസെൻട്രേഷൻ സെല്ലിനേക്കാളും കുറവാണ്. സോ ഈ 3 മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹൈപ്പർടോണിക്കിൽ വാട്ടർ കുറവാണ്, ഹൈപ്പോടോണിക്കിൽ വാട്ടർ കൂടുതലാണ്, ഐസോടോണിക്കിൽ സെയിം ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി ഒരു സെല്ലിലേക്ക് വാട്ടർ പുറത്തു പോവുകയോ അകത്ത് വരികയോ ചെയ്യാൻ നോക്കുന്നത്. നമുക്കിനി ഈ 3 സൊല്യൂഷനിലും ഓരോ സെല്ലിട്ട് നോക്കാം. സോ ആദ്യത്തേതിലേക്ക് ഒരു ആനിമൽ സെല്ലിട്ടു. ആനിമൽ സെല്ല് പച്ച കളറിൽ വരയ്ക്കാൻ പാടില്ല, ബിക്കോസ് അതിൽ ക്ലോറോഫിൽ ഇല്ല. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ആനിമൽ സെല്ലാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളൊരു ഇട്ടു, ഇവിടെ നമ്മളൊരു ആനിമൽ സെല്ല് ഇട്ടു. ഓക്കെ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെള്ളം എവിടെയാണ് കൂടുതൽ? വെള്ളം പുറത്തല്ലേ കൂടുതൽ. അപ്പം വെള്ളം അകത്തേക്ക് വരും. ഏത് പ്രോസസ്സ് വഴി അകത്തേക്ക് വരുന്നത്? ഓസ്മോസിസ് വഴി അല്ലേ? സോ വാട്ടർ enters by osmosis അല്ലേ? ആസ് എ റിസൾട്ട് എന്ത് പറ്റും? the cell swells up. സെല്ല് എന്താവും? വീർത്ത് വരും. കാരണം വെള്ളം കൂടുതൽ കയറി വരുമ്പോഴും സെല്ല് വീർത്ത് വരും. ഇനി ഇവിടെ എപ്പോഴും ഓർത്തോളണം, അകത്തോട്ട് മാത്രമല്ല വെള്ളം പുറത്തോട്ടും പോകുന്നുണ്ട്. പക്ഷെ കൂടുതൽ വെള്ളം വരുന്നത് എങ്ങോട്ടാണ്? 2 വശത്തും വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് അകത്തോട്ടും പുറത്തോട്ടും നടക്കും. പക്ഷെ പുറത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അകത്തോട്ട് വരുന്നതുകൊണ്ട് സെല്ല് വീർത്ത് വരും. ഓക്കെ. ഇതിന് എക്സാമ്പിൾ നമുക്കറിയാം. നിങ്ങൾ പയർ കടലയൊക്കെ കുതിർക്കാനിടുമ്പോൾ നമുക്കറിയാം, നമ്മൾ പയറൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ എന്താണെങ്കിലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്കറിയാം അതെല്ലാം നല്ല സോക്കായി നല്ല ഫുള്ളായിട്ട് വരും അല്ലേ? എല്ലാം സ്വെല്ലായിട്ട് വരും. എന്തുകൊണ്ടാണത്? നമ്മുടെ ഓസ്മോസിസ് നടക്കുന്നുണ്ട്, വെള്ളം അകത്തോട്ട് കയറിയതുകൊണ്ട്. ഇനി ഹൈപ്പർടോണിക്കിലിട്ട സെല്ലിന് എന്ത് പറ്റും? അപ്പോൾ ഇവിടെ ഈ സെല്ല് എന്തായിട്ട് മാറുകയാണ്? ഇത് നല്ല സ്വോളനായിട്ട് മാറുന്നു. ഇനി ഇതിലോട്ട് വന്നാലോ? ഇവിടെയും വെള്ളം അകത്തോട്ടും പോകും പുറത്തോട്ടും പോകും. പക്ഷെ അകത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം പുറത്തോട്ട് പോകും. കാരണം എന്താ? അകത്തല്ലേ വെള്ളം കൂടുതൽ, പുറത്ത് വെള്ളം കുറവാണ്. അപ്പോൾ ഈ സെല്ലിൽ നിന്നുള്ള വെള്ളം പുറത്തു പോയിട്ട് ഈ സെല്ല് എന്താവും? ഷ്രിങ്ക് ചെയ്യും. സോ വാട്ടർ മൂവ്സ് ഔട്ട് or water leaves the cell and as a result the cell shrinks. സെല്ല് ചുരുങ്ങിപ്പോവും. അതായത് വേറൊരു എക്സാമ്പിൾ നമുക്കറിയാം. നമ്മൾ ചെറിയ കണ്ണിമാങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപ്പിലിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതെല്ലാം ചുരുങ്ങിയിരിക്കും. എന്തുകൊണ്ടാണ്? ആ ഉപ്പുവെള്ളം കാരണം ഉപ്പുവെള്ളത്തിൽ സൊല്യൂട്ട് കൂടുതലല്ലേ, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ മാങ്ങയിൽ നിന്നുള്ള വെള്ളം ആ വെള്ളത്തിലോട്ട് പോകുന്നതുകൊണ്ടാണ് മാങ്ങ ഷ്രിങ്കായി പോകുന്നത്. ഇനി ഐസോടോണിക്കിലാണെങ്കിലോ ഇവിടെയും അകത്തോട്ടും വെള്ളം വരും പുറത്തോട്ടും പോകും. പക്ഷേ അത് മോർ ഓർ ലെസ് ഈക്വൽ ആണ്. അകത്ത് വരുന്ന വെള്ളത്തിൻ്റെ അളവും പുറത്തേക്ക് പോകുന്നത് സെയിം ആയതുകൊണ്ട് സെൽ റിമെയിൻസ് ദ സെയിം. നോ നെറ്റ് മൂവ്മെൻറ്റ്. സോ സെൽ റിമെയിൻസ് ദ സെയിം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു വാട്ടർ അകത്തോട്ട് വരും, അതിനെ പറയുന്ന പേരാണ് ഇവിടെ വാട്ടർ അകത്തോട്ട് വരും, ഇതിനെ പറയുന്ന പേരാണ് എൻഡോസ്മോസിസ്. എൻഡോ എന്ന് വെച്ചാൽ എന്താ? അകത്തേക്ക്. ഇവിടെയാണെങ്കിലോ പുറത്തോട്ടാണ് പോകുന്നത്, അതിനെ പറയുന്ന പേരാണ് എക്സോസ്മോസിസ്. എക്സോ എന്ന് വെച്ചാൽ എന്താണ്? പുറത്ത്. എക്സോസ്മോസിസ്, വെള്ളം പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഓസ്മോസിസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ നമുക്ക് വേണ്ടത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടും? അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മുട്ടയാണ്. നിങ്ങൾ മുട്ട കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറത്തൊരു ഷെല്ലുണ്ട് അല്ലേ? അതൊരു കാൽഷ്യം കാർബണേറ്റ് ഷെല്ലാണ്. ആ കാൽഷ്യം കാർബണേറ്റ് ഷെല്ലിന് അകത്ത് ഒരു ചെറിയ മെംബ്രെയിൻ ഉണ്ട്, വളരെ തിന്നായിട്ടുള്ള ഒരു വൈറ്റ് കളർ മെംബ്രെയിൻ ഉണ്ട്. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ നമ്മളൊരു പച്ച മുട്ട എടുത്തിട്ട് ഈ ഷെല്ല് പൊട്ടിച്ച് മെംബ്രെയിൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് പൊട്ടിപ്പോകും അല്ലേ? അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെല്ല് മാത്രം ഡിസോൾവ് ചെയ്ത് കളയണം.
അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മുട്ടയെ വിനീഗർ അല്ലെങ്കിൽ വിനാഗിരിയിൽ മുക്കി വെക്കുക. അത് എത്ര ദിവസം, അത് വിനാഗിരി എന്ന് പറയുമ്പോൾ എന്താണ്, അസറ്റിക് ആസിഡ്. അപ്പോൾ ഒരു 3 ദിവസം അതിനകത്ത് മുക്കി വെച്ചിരുന്നാൽ ഈ കാൽഷ്യം കാർബണേറ്റ് ഷെല്ല് മുഴുവൻ ഡിസോൾവ് ചെയ്ത് പോകും. ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കാർബൺ ഡൈ ഓക്സൈഡ് ബബിൾസ് പുറത്തോട്ട് വരുന്നത്. അതല്ല ലാബിലാണെങ്കിൽ നമുക്ക് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കാവുന്നതാണ്. 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഷെല്ലില്ലാത്ത ഒരു സോഫ്റ്റ് മെംബ്രേനിയസ് ആയിട്ടുള്ള എഗ്ഗാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നിട്ട് അതിനെ നിങ്ങൾ ഒരു ഡൈലൂട്ട് സൊല്യൂഷൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ അത് സ്വെല്ല് ചെയ്യുന്നതാണ്. അതേസമയം അതിനെ എടുത്ത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് വെള്ളത്തിലോ പഞ്ചസാര ലായനിയിലോ ഇട്ട് വെച്ചാൽ നിങ്ങൾക്കത് ഷ്രിങ്ക് ചെയ്യുന്നതും കാണാൻ പറ്റും. അപ്പോൾ അതല്ല നമുക്ക് മറ്റ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മളൊരു ഹോളിട്ട് ആ കണ്ടൻറ്റ് എല്ലാം വെളിയെ കളഞ്ഞിട്ട് ആ മെംബ്രെയിൻ നമുക്ക് ഓസ്മോസിൻ്റെ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഓസ്മോസിസിൻ്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. അതായത് യൂണിസെല്ലുലാർ ഏകകോശ ജീവികൾ അല്ലേ, നമ്മൾ പറഞ്ഞ അമീബ, ക്ലാമിഡമോണസ് ഒക്കെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്, ഫ്രഷ് വാട്ടറിൽ. അപ്പോൾ അവരുടെ ശരീരത്തിനകത്തേക്ക് വെള്ളം കയറുന്നത് എങ്ങനെയാണ്? ആ പ്ലാസ്മ മെമ്പറൈൻ ക്രോസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ഓസ്മോസിസ്. അതുപോലെ തന്നെ വെള്ളത്തിലുള്ള പ്ലാന്റ്സ്, അവരും വെള്ളത്തിനെ പ്ലാന്റ്സിനകത്തേക്ക് എടുക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. പിന്നെ മറ്റു പ്ലാന്റ്സ് നമുക്കറിയാം വേരുകളാണ് പ്ലാന്റ്സിന് വേണ്ടി വെള്ളം വലിച്ചെടുക്കുന്നത്. ഈ വേരിൽ ഒരു യൂണിറ്റ് സെല്ലുലാർ ഒരു സെല്ലിൻ്റെ ഒരു ഔട്ട് ഗ്രോത്ത് ആണ്, അതിനെ പറയുന്ന പേരാണ് റൂട്ട് ഹെയർ. ഓക്കെ, ആ റൂട്ട് ഹെയറിൽ കൂടി വെള്ളം അകത്തോട്ട് കയറണം. അപ്പോൾ അവിടെ എന്തിനെ ക്രോസ് ചെയ്യുന്നുണ്ട്? സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പോൾ അതും ഓസ്മോസിസ് ആണ്. അപ്പോൾ വെള്ളം പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത്, മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ഓസ്മോസിസിലൂടെയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്ലാസ്മ മെമ്പറൈന് 2 മേജർ ആയിട്ടുള്ള പാർട്സാണ് ഉള്ളത്. ഒന്ന് ലിപ്പിഡ്, മറ്റൊന്ന് പ്രോട്ടീൻ. ലിപ്പിഡ് എന്താണ്? ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്. പിന്നെ പ്രോട്ടീൻസ്. അപ്പോൾ ഈ ലിപ്പിഡ് കൊഴുപ്പെന്ന് പറഞ്ഞാൽ വളരെ തിൻ ആൻഡ് സോഫ്റ്റ് ആൻഡ് വിസ്കസ് അല്ലേ. അപ്പോൾ ഈ ലിപ്പിഡും പ്രോട്ടീനും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാസ്മ മെമ്പറൈൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. നമ്മളിപ്പോൾ അമീബയുടെ കാര്യം എടുത്താൽ നിങ്ങൾക്കറിയാം അമീബയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല. ഈ അമീബയെ വിശന്നിരിക്കുക. അപ്പോൾ അമീബയുടെ അടുത്തൊരു ഫുഡ് പാർട്ടിക്കിൾ വന്നു. അപ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിളിനെ എങ്ങനെയെങ്കിലും കഴിക്കണം. അമീബയ്ക്ക് വായുണ്ടോ? ഇല്ല. ബിക്കോസ് അതിന് ഇത്ര സെല്ലേ ഉള്ളൂ, ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അപ്പോൾ അമീബ ഇതിൻ്റെ ബോഡി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ തരും. അതിനെ പറയുന്ന പേരെന്താണ്? സ്യൂഡോപോഡിയ. സ്യൂഡോ എന്ന് വെച്ചാൽ എന്താ? ഫോൾസ്, തെറ്റായിട്ടുള്ളത്. തെറ്റല്ല, അല്ലെ ശരിയ കൃത്രിമമായിട്ടുള്ളത്. അല്ലെങ്കിൽ പോഡിയ മീൻസ് ലെഗ്. അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം ഉണ്ടാകുന്നതല്ലേ, അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോപോഡിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും വന്നു. അടുത്തത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായി? ഒരു വാക്യൂൾ ഉണ്ടായി. ഇതാണ് ഒരു ഫുഡ് വാക്യൂൾ. ഈ ഫുഡ് വാക്യൂൾ എന്താണ്? ഒരു ടെമ്പററി വാക്യൂൾ ആണ്. ഓക്കെ, ഇനി ഈ അമീബ ഇതിനകത്തേക്ക് രാസാഗ്നി, അതായത് എൻസൈംസ് എല്ലാം സെക്രീറ്റ് ചെയ്തിട്ട് ഇതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യും. അതോടെ ഈ ഫുഡ് വാക്യൂളിൽ അങ്ങ് ഡിസപ്പിയർ ആയി പോകും. അപ്പോൾ ഇങ്ങനെ ഫുഡിനെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഈ ബോഡി സ്ട്രെച്ച് ചെയ്ത് സ്യൂഡോപോഡി സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഈ ലിപ്പിഡും പ്രോട്ടീനും നൽകിയ ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഫുഡിനെ കരസ്ഥമാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻഡോസൈറ്റോസിസ്. എൻഡോ എന്ന് വെച്ചാൽ എന്താ? ഇൻസൈഡ്, അകത്ത്. സൈറ്റോ മീൻസ് സെൽ, സെല്ലിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ദ പ്രോസസ് ബൈ വിച്ച് amoeba engulfs its food particle is called endocytosis. It is possible because of the lipoproteinaceous nature of the plasma membrane. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഈ ചാപ്റ്ററിൻ്റെ സെൽ വോളും മറ്റ് ഭാഗങ്ങളും പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ